ചെടികളിൽ പ്രത്യേകിച്ച് ഫലവൃക്ഷങ്ങളിലൊക്കെ വംശവർദ്ധനവ് നടത്തുന്നതിന് വേണ്ടിയുള്ള പല മാർഗങ്ങളുണ്ട്. വംശവർദ്ധന നടത്തുക എന്ന് പറഞ്ഞാൽ പുതിയ തൈകൾ ഉണ്ടാക്കുക. പ്രധാനപ്പെട്ടത് നമ്മുടെ വിത്ത് ഇട്ട് മുളപ്പിച്ച് പുതിയ തൈ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാം. ഇങ്ങനെ മാങ്ങാണ്ടി ഇട്ട് കഴിഞ്ഞാൽ മാവിൻ്റെ തൈ കിട്ടും, ചക്കക്കുരു ഇട്ടാൽ പ്ലാവിൻ്റെ തൈ കിട്ടും. അങ്ങനെ വിത്ത് മുഖേനയുള്ള വംശവർദ്ധനവ് ഉണ്ട്. അതുകൂടാതെ കായിക പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രോപ്പഗേഷൻ മെത്തേഡ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിനുള്ള പല മാർഗങ്ങളാണ് ലെയറിങ്, ബഡ്ഡിങ്, ഗ്രാഫ്റ്റിങ് തുടങ്ങിയ മാർഗങ്ങൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ലെയറിങ്ങും ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ഒക്കെ ചെയ്യുന്നത്? അതിന് പ്രധാന കാരണം ചില ചെടികളിലെ വിത്ത് മുളയ്ക്കാതെ വരും. വിത്ത് മുളപ്പിച്ച് തൈകൾ ഉണ്ടാക്കുവാൻ സാധിക്കാത്ത ചില ചെടികളുണ്ടാകും. അതിനേക്കാൾ ഉപരി ഈ ബഡ്ഡിങ്, ഗ്രാഫ്റ്റിങ്, ലെയറിങ് നമ്മൾ ആ രീതികൾ നമ്മൾ സ്വീകരിക്കുന്നതിൻ്റെ കാരണം വിത്തിട്ട് മുളപ്പിച്ച് നമ്മൾ തൈ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാതൃവൃക്ഷത്തിൻ്റെ അതേ ഗുണങ്ങൾ ലഭിക്കണമെന്നില്ല. മാതൃവൃക്ഷത്തിൻ്റെ അതേ ഗുണങ്ങൾ ലഭിക്കണമെന്നില്ല. ഉദാഹരണത്തിന് ഈ മാവിൻ്റെ ഇത് നോക്കുക. ഇതിപ്പോൾ മാങ്ങയില്ല. ഇതിലുണ്ടാകുന്നത് പോലെ തന്നെ മാങ്ങ അല്ലെങ്കിൽ ഇതേ ഗുണങ്ങളോട് കൂടിയുള്ള മാങ്ങ ഇതിൻ്റെ വിത്തിട്ട് ഇതിൻ്റെ മാവിൽ നിന്ന് ഇതിൻ്റെ അണ്ടി എടുത്തിട്ട് മുളപ്പിച്ച് കിട്ടുന്ന മാവിൻ്റെ തൈയിൽ നിന്നും ലഭിക്കുന്ന മാങ്ങ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഇതിൻ്റെ ഗുണം ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? മാതൃവൃക്ഷത്തിൻ്റെ അതേ ഗുണങ്ങളോട് കൂടിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ഈ വെജിറ്റേറ്റീവ് അല്ലെങ്കിൽ കായിക പ്രവർത്തന രീതികൾ നമ്മൾ അവലംബിക്കുന്നത്. മനസ്സിലായോ? വിത്തിട്ട് ചില ചെടികളിൽ വിത്ത് മുളയ്ക്കാത്ത സാഹചര്യമുണ്ട്. അങ്ങനെയുള്ളവ നമ്മൾ കായിക പ്രവർത്തന രീതി തന്നെ നമ്മൾ സ്വീകരിച്ചേ പറ്റുള്ളൂ. അതല്ലാതെ മാതൃവൃക്ഷത്തിൻ്റെ അതേ ഗുണങ്ങളോട് കൂടിയ പുതിയ തൈകൾ, പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ബഡ്ഡിങ്, ഗ്രാഫ്റ്റിങ്, ലെയറിങ് തുടങ്ങിയ കായിക പ്രവർത്തന രീതികൾ അവലംബിക്കുന്നത്. ഇതിൽ പല രീതിയിലുണ്ട് കായിക പ്രവർത്തന രീതികൾ. ഒന്നാമതായിട്ട് നമ്മൾ കമ്പ് മുറിച്ച് കുത്തുന്ന ഒരു രീതിയുണ്ട്, ഇല്ലേ? നമ്മൾ ഈ റോസ് അല്ലെങ്കിൽ ഈ ബൊഗെയിൻവില്ല, ചെമ്പരത്തി, ഇതൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? വെറുതെ ഒരു കമ്പ് മുറിച്ച് കുത്തിക്കഴിഞ്ഞാൽ അത് തൈ ആയിക്കോളും. മനസ്സിലായോ? അതിന് ഞാൻ തണ്ട് മുറിച്ച് കുത്തുക, അത് ഒരു രീതിയാണ്. അതുകൂടാതെ കുറെ കൂടെ നല്ല രീതികളാണ് ലെയറിങ് എന്ന് പറയുന്നത്. ലെയറിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ചെടിയിൽ വെച്ച് തന്നെ വേര് മുളപ്പിക്കുക. ചെടിയിൽ വെച്ച് തന്നെ വേര് മുളപ്പിച്ചിട്ട് അത് മുറിച്ച് വേറെ തൈയാക്കി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലെയറിങ് എന്ന് പറയുന്നത്. പതിവയ്ക്കൽ എന്ന് പറയും. അത് പല രീതികളിലുണ്ട്. പിന്നെ ഒരു രീതിയാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെടിയിൽ വേറൊരു ചെടി ഒട്ടിച്ച് ചേർക്കുക, ഗ്രാഫ്റ്റ് ചെയ്യുക. മനസ്സിലായോ? ഒരു ചെടിയിൽ വേറൊരു ചെടി ഒട്ടിച്ച് ചേർക്കുക. ഉദാഹരണത്തിന് മാവ്. ഈ മാവിൻ്റെ ഇതേ ഗുണങ്ങളുള്ള ഒരു തൈ കിട്ടണമെങ്കിൽ നമുക്കിതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് ഇതിൽ നിന്ന് തൈ ഉൽപ്പാദിപ്പിക്കാം. അതിൻ്റെ രീതികളൊക്കെ പിന്നെ കാണിച്ചു തരും. പൊതുവായിട്ട് ഞാൻ പറയുക. അപ്പോൾ ഗ്രാഫ്റ്റിംഗ് തന്നെ പല രീതിയിലുണ്ട്. അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ സൈഡ് ഗ്രാഫ്റ്റിംഗ് ഉണ്ട്, മറ്റേ എപ്പിക്കോട്ടൈൽ ഗ്രാഫ്റ്റിംഗ് ഉണ്ട്, തുടങ്ങിയ ഗ്രാഫ്റ്റിംഗ് രീതികൾ പലതുണ്ട്. വേറൊരു രീതിയാണ് ബഡ്ഡിങ് എന്ന് പറയുന്നത്. ബഡ്ഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ് അങ്ങനെ തന്നെ ഒട്ടിച്ച് ചേർക്കുക. ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു കമ്പ് അങ്ങനെ തന്നെ ഒട്ടിച്ച് ചേർക്കുക. ബഡ്ഡിങ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മുകുളം എടുത്ത് ആ മുകുളം ഒട്ടിച്ച് ചേർക്കുന്ന രീതിയാണ് ബഡ്ഡിങ് എന്ന് പറയുന്നത്. ഒരു ബഡ് എടുക്കുക, ഒരു മുള, ഒരു കമ്പിൽ നിന്നും മുള എടുത്ത് ഏത് ചെടിയുടെ തൈയാണോ നാം ഉൽപ്പാദിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ചെടിയിലെ ഒരു മുകുളം മാത്രം എടുത്ത് മറ്റൊരു ചെടിയിൽ ഒട്ടിച്ച് ചേർത്ത് ഉണ്ടാക്കുന്ന രീതിയാണ്, തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് ബഡ്ഡിങ് എന്ന് പറയുന്നത്. ലെയറിങ്, ഗ്രാഫ്റ്റിങ്, ബഡ്ഡിങ്. ലെയറിങ് എന്ന് പറഞ്ഞാൽ ചെടിയിൽ വെച്ച് തന്നെ വേര് പിടിപ്പിച്ചിട്ട് അതൊരു തൈയാക്കി നമ്മൾ മാറ്റി വയ്ക്കുന്നു. അതാണ് ലെയറിങ് എന്ന് പറയുന്നത്. ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ചെടിയിൽ വേറൊരു ചെടിയുടെ കമ്പ് ഒട്ടിച്ച് ചേർക്കുക. അതാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ബഡ്ഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകുളം മാത്രം എടുത്ത് ഒട്ടിച്ച് ചേർക്കുക, പുതിയ തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് ബഡ്ഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ കായിക പ്രവർത്തന രീതികൾ പ്രധാനമായിട്ട് 4 രീതിയിലുണ്ട്. ഒന്ന് കട്ടിങ്സ് അല്ലെങ്കിൽ കമ്പ് മുറിച്ച് കുത്തുക. മനസ്സിലായോ? കമ്പ് മുറിച്ച് നമ്മൾ കുത്തുക, വെറും മണ്ണിൽ കുത്തുക. പ്രത്യേകിച്ച് ഈ ഗാർഡൻ പ്ലാന്റ്സ്, ഉദ്യാന
സസ്യങ്ങളൊക്കെ, ചെമ്പരത്തി പോലുള്ള ഉദ്യാന സസ്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ വംശവർദ്ധന നടത്തിയെടുക്കാം. പിന്നൊരു രീതിയാണ് ലെയറിംഗ് എന്ന് പറയുന്നത്. ലെയറിംഗ് എന്ന് പറഞ്ഞാൽ ചെടിയിൽ വെച്ച് തന്നെ വേര് മുളപ്പിച്ച് തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് ലെയറിംഗ് എന്ന് പറയുന്നത്. മറ്റൊരു രീതിയാണ് ഗ്രാഫ്റ്റിംഗ്. ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ കമ്പ് ഒട്ടിച്ച് ചേർക്കുന്ന രീതിയാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മാവിൻ്റെ തൈയിലെ മാവ് ഒട്ടിച്ചേർക്കാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? മാവിൻ്റെ തൈയിൽ പ്ലാവ് ഒട്ടിച്ചേർക്കാൻ പറ്റത്തില്ല. മാവിൻ്റെ തൈയിലെ മാവ് അപ്പോൾ ഒരു ചെടിയിൽ ഒരു ചെടിയുടെ കമ്പെന്ന് പറയുമ്പോൾ നമ്മളത് മനസ്സിലാക്കിക്കോണം. അതേ വർഗത്തിൽപ്പെട്ട ചെടിയിലെ കമ്പ് ഒട്ടിച്ചേർക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കമ്പ് ഒട്ടിച്ചേർക്കുന്നതാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ബഡിങ് എന്ന് പറഞ്ഞാൽ മുകുളം ഒട്ടിച്ച് ചേർക്കുന്ന രീതിയാണ് ബഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ രീതികളെല്ലാം നമ്മളിവിടെ ഫാമിൽ ചെയ്യുന്നുണ്ട്. ഓരോന്നായിട്ട് ഇപ്പോൾ കാണിച്ചു തരും.